ഒരു വെറൈറ്റി ഫുഡ് ചലഞ്ച്. 2 മിനിറ്റിൽ ഒരു യമണ്ടൻ ഷവർമ, അല്ലെങ്കിൽ 5 മിനിറ്റിൽ ഒരു ജ്യൂസ് കവർ. ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്താൽ ഇന്ന് അൺലിമിറ്റഡ് ചിക്കൻ ഡിന്നർ. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നമുക്ക് നോക്കാം. വേറിട്ട ഒരു ഫുഡ് ചലഞ്ച്. നമ്മുടെ ഈ പോക്ക് നേരെ കായംകുളത്തെ ക്രിസ്പി ഹട്ടിലേക്കാണ്. അവിടെ നിന്നാണ് ഇന്നത്തെ ചലഞ്ചിന്റെ തുടക്കം. എന്തായാലും ഫുഡ് ചലഞ്ചിനാണ് പോകുന്നത്, അതുകൊണ്ട് കഴിക്കാൻ പറ്റുന്ന ചങ്കളയും കൊണ്ടാണ് യാത്ര. അങ്ങനെ എന്തായാലും പോയി ഒടുവിൽ നമ്മൾ അവിടെ എത്തി. ഈശ്വരോ, ഇതെന്തൊരു പാട്! ഇങ്ങനെയൊന്നും അല്ലടാ. നീ അവിടെ സമാനപ്പെട്ട അവിടെ ഇരുന്നാണ് ആലോചിച്ച് നോക്കാണ് ആദ്യം എങ്ങനെയാണ് ഇങ്ങോട്ട് കയറിയെന്ന്. അതുപോലെ ഒന്ന് ഇറങ്ങി പോയി നോക്കാണ്. ഇനിയാണ് പരിപാടിയുടെ തുടക്കം. ഇവിടെ ഒരു ചലഞ്ച് ഉണ്ട്, അതായത് ഒരു ജ്യൂസ് കവർ ഇട്ടു. അപ്പൊ ആ ഒരു സാധനം കുടിച്ചു കഴിഞ്ഞാൽ എത്ര 5 മിനിറ്റ് അല്ലേ? 5 മിനിറ്റിനുള്ളിൽ ആ ഒരു ടവർ കുടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു നമ്മൾ കൊടുത്ത ഒരു പൈസയും റിട്ടേൺ തരുന്നതായിട്ട് നമുക്ക് ഇവിടുന്ന് അൺലിമിറ്റഡ് ഫുഡ് കഴിക്കാൻ പറ്റും. 5 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് പൈസ ആയിട്ടുള്ള ചെയ്യും. എപ്പോഴാണോ ഫുഡ് ആവശ്യം, നമ്മുടെ മണിക്കൂറിന് 3 മണി വരെ ഷോപ്പുണ്ട്. അതിനുള്ളിൽ അന്നത്തെ ദിവസം ഈ ഒരു സാധനത്തിലാണ് പിടിക്കേണ്ടത്. അതും 5 മിനിറ്റ്. അങ്ങനെ നമ്മുടെ മത്സരം തുടങ്ങുക. ഇവനാണ് ആദ്യത്തെ മത്സരം. ഫെബിൻ, വയസ്സ് 23. പലയിടത്തും പല പണിയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഉപേക്ഷിച്ച് ഇപ്പോൾ ബംഗാളിയെ പോലെ പണിയെടുക്കുന്നു. എന്തായാലും ഫെബിൻ കോൺഫിഡന്റ് ആണ്. പിന്നെ നമുക്കൊന്നും നോക്കാനില്ല. എന്തായാലും സാധനം ഓർഡർ ചെയ്യണം. പഴശ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാൻ പോകുന്നതേ ഉള്ളൂ. ഇനിയൊരു കൂടിക്കാഴ്ചയ്ക്ക് അവസരമുണ്ടാവുമെന്നറിയില്ല. A few moments later. എന്തായാലും ടൈമർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫെബിൻ വൻ പോരാട്ടത്തിലാണ്. 5 മിനിറ്റേ ഉള്ളു. Come on. സമയമുണ്ട്. നീ നോക്കി സമയമുണ്ട്. പറ്റില്ല. കണക്കല്ലേ അളിയാ. 4 മിനിറ്റ് ഉണ്ട്. ടൈം 2 മിനിറ്റ്. സമയമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് കാത്തു നിൽക്കണം. നീ കുടിച്ചിട്ടാണോ ഞാൻ അവനെ പിടിക്കാൻ? 3 മിനിറ്റ് ആവാൻ പോണുള്ളൂ. നിനക്ക് പറ്റും, ഫെബിനെ പറ്റും. ഒന്ന് കോൺഫിഡൻസ് ജയിച്ചിട്ട് പോയ മറ്റേ കാമുകിയോ ചെറുക്കൻ മുത്താട്. ഫെബിനെ അവസാന ഘട്ടം 3.5 മിനിറ്റ് പോലും ആയിട്ടില്ല. എനിക്ക് പേടിയാവുന്നതാ.
വാരം കാത്ത്. Yes, സിപ്പടി. നാല് മിനിറ്റ്. ഇനി ഉണ്ടോ ഒരു മിനിറ്റ്? സമയമുണ്ട്. ഇനി വല്ലതും അത് പിടിച്ചോ? അതൊന്ന് തുറന്നു നോക്കിയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പിടിച്ചോ? തീർക്കണോ? 4:20 30 സെക്കൻഡ് ബാക്കിയുള്ളു. 30 സെക്കൻഡ്. എന്തായാലും നമ്മുടെ ദൗത്യം കംപ്ലീറ്റ് ആക്കി വെച്ചിരിക്കുന്ന ഫെബിൻ. ഇതൊക്കെ എന്ത്? അപ്പൊ ഗൈസ് എന്തായാലും നമ്മള് അടുത്ത ആളെ ചലഞ്ചിലേക്ക് സെലക്ട് ചെയ്തേക്ക്. ഇരുന്നോ ഒരു സാധനം ഓർഡർ ചെയ്യുക. ബ്ലൂബെറി, ലിച്ചി, മാംഗോ, പൈനാപ്പിൾ, ആപ്പിൾ. മേൽപ്പറഞ്ഞ കടികളൊന്നും ഇവിടെ ഇല്ല. ഓക്കെ എടുത്ത് വെച്ച് ലിച്ചി. യാസീൻ, വയസ്സ് 23, കൂട്ടത്തിലെ പ്രൊഫസർ. വേറെ ഒരു ജോലിയും ചെയ്തില്ലെങ്കിലും ഇവൻ ജീവിക്കും. മാണിക്കുട്ടി ഓടി കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, 20 സെക്കൻഡിൽ ഒരു ഗ്ലാസ് തീർത്തിരിക്കുന്നു. ആദ്യത്തെ ആവേശം അവസാനം വരെ കാണണം. ഇതൊക്കെ സിമ്പിളായിട്ട് നടക്കും. അതെ, പ്രകടനം കാണാനായിട്ട് ഇവിടെ കാണികളൊക്കെ വന്നിട്ടുണ്ട്. ഒന്ന് കാണിച്ചു കൊടുക്കുക, പ്രോത്സാഹിപ്പിക്കണം മക്കളെ. ഓക്കെ, ഇങ്ങോട്ട് എല്ലാരും പ്രോത്സാഹിപ്പിക്കുകയാണ്. ആവേശം കൂടുകയാണ്. ആവേശം കൂടട്ടെ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, നടക്കില്ലെന്നൊന്നും പറയൂ. കംപ്ലീറ്റ് ആക്കണോ? കൊറേ ചിരിച്ചതല്ലേ ലവൻ കുടിച്ചപ്പോ. അതെ, ഈ വീഡിയോ കണ്ടിട്ട് തള്ളി പറഞ്ഞവർ വരെ വരും. യാസീൻ നടക്കും. കല്യാണമൊക്കെ സമയം പോലെ നടക്കും യാസീൻ. അത് നമ്മൾ നോക്കണ്ട, പോണവരൊക്കെ പോട്ടെ, ഒന്നും വിചാരിക്കണ്ട. 3 മിനിറ്റ് ആയിട്ടേ ഉള്ളു യാസീന്. 2 മിനിറ്റ് ബാക്കിയുണ്ട്. വെറും ഇത്രേ ഉള്ളു. ഇനി ഒന്നും ചിന്തിക്കാൻ സമയമില്ല. ലിച്ചി ഫ്ലേവറാണ്. എന്റെ മോനെ, ഇനി ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യരുത്. നമ്മുടെ മാനം നീയും കാക്കണം. ഓക്കെ, 3 മിനിറ്റും 30 സെക്കൻഡ് മാത്രമേ ആയിട്ടുള്ളൂ. എന്റെ പൊന്നി യാസീനെ ഒന്നും ചിന്തിക്കണ്ട, ധൈര്യമായിട്ട് മുന്നോട്ട്. ഓക്കെ, ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം മക്കളെ. ഓക്കെ, കംപ്ലീറ്റ് ആയിരിക്കുന്നു. എന്തെങ്കിലും പറഞ്ഞോണ്ടാ? അപ്പൊ അടുത്ത വിജയ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ അടുത്തതായി മത്സരിക്കേണ്ടത് ഇവനായിരുന്നു. പക്ഷെ മറ്റുള്ളവരുടെ മത്സരം കണ്ടപ്പോ ആശാൻ പേടിച്ച് തൂറിപ്പോയി. അങ്ങനെ എല്ലാരെയും പൊട്ടിക്കാൻ വന്ന ആശാൻ നൈസായിട്ട് പേടിച്ചങ്ങ് പിന്മാറി. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ താക്കുന്നത്? എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി. അപ്പൊ എന്തായാലും എല്ലാവരുടെയും നിർബന്ധ പ്രകാരം അടുത്ത ചലഞ്ച് ചെയ്യാൻ പോകുന്നത് ഞാൻ തന്നെയാണ്. ഷബിൻ, വയസ്സ് 23,
സിനിമയിലെ സ്റ്റണ്ട് മാസ്റ്റർ ആവാനായിരുന്നു ആഗ്രഹം. സ്റ്റണ്ട് അറിയാത്തത് കൊണ്ട് അല്ലറ ചില്ലറ കൊട്ടേഷനുമായിട്ടൊക്കെ ജീവിക്കുന്നു. അടുത്ത ചലഞ്ച് എന്താണെന്ന് പറഞ്ഞാൽ ജംബോ ഷവർമ ഉണ്ട്. അപ്പോൾ ആ ഒരു ഷവർമ 2 മിനിറ്റിൽ കഴിച്ച് തീർക്കണം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അടുത്തത് കേറ്റി. അയ്യോ സമയോടാ ഇല്ല പറ്റും. ഷെമിനെ നോക്ക്, ഒന്നുകൂടെ നോക്ക്. പിടിച്ച് നീ നോക്ക്. അങ്ങനെ ഫെയിലായിരിക്കുവാണ്. കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ നമ്മളത് ഫെയിലായി. അങ്ങനെ നമ്മുടെ ടീമിലെ 2 പേര് ചലഞ്ചിൽ വിജയിച്ചു. അതുകൊണ്ട് ഇവർക്കിന്ന് ഇവിടെ നിന്നും അൺലിമിറ്റഡ് ആയി ഫുഡ് കഴിക്കാം. അങ്ങനെ നമ്മുടെ മനസ്സും നിറഞ്ഞു, വയറും നിറഞ്ഞു. അവസാനം അവിടുത്തെ ഓണറിനെയും കണ്ട് കൈയും കൊടുത്ത് ഒരു ചെറു പുഞ്ചിരിയോടെ അവിടെ നിന്നും മടങ്ങി.